വയനാട് ദുരന്തബാധിതർക്ക് ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു വർഷം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഇങ്ങനെ പിരിച്ച തുകയാണ് 87 ലക്ഷം രൂപ എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിച്ചത്. എന്നാൽ പണം പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ചർച്ചയാകുന്നത്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ആദ്യം പിരിച്ച പൈസയുടെ കണക്ക് പോലും കമ്മിറ്റികളിൽ വെക്കുന്നില്ല. ഭാരവാഹികൾ ചോദിക്കുമ്പോൾ എവിടുന്നോ ഒരു കണക്കൊപ്പിച്ച് പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ അടുത്ത ഘട്ടം വീണ്ടും പിരിവിന് ഇറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടവും സംഘവും. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് തന്നെയാണ് ഷമ്മി നമുക്ക് പറയാനുള്ളത്. കാര്യം ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഒരു വർഷത്തോളം പിരിച്ചിട്ട് 80 ലക്ഷം 87 ലക്ഷം എന്നൊക്കെ തന്നെയാണ് ഇവർ തന്നെ പറയുന്നത്. സാധാരണ മറ്റ് പല സംഘടനകളും ചെറിയ പാർട്ടികൾ പോലും പിരിച്ചിട്ട് ഏതാണ്ട് ഇതിനേക്കാൾ കൂടെ കോടികൾ അവർ പിരിച്ച് ദുരന്തബാധിതർക്ക് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന കേരളം മൊത്തം ഒരു വർഷം പിരിച്ചിട്ട് കിട്ടിയത് 80 ലക്ഷം രൂപ മാത്രമാണ്. ഡിവൈഎഫ്ഐ ആകട്ടെ അവർ ആക്കി പെറുക്കിയും മറ്റു കൂലിപ്പണി ചെയ്തും ഏതാണ്ട് 20 കോടി രൂപ സമാഹരിച്ച് പാർട്ടി നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം പിരിച്ച പണം ഇനിയും കൈമാറിയിട്ടില്ല, അത് അക്കൗണ്ടിൽ കിടപ്പുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും ഈ 50,000 രൂപ വെച്ചെങ്കിലും 2 ലക്ഷം രൂപ വെച്ചാണ് ഈ 140 നിയോജക മണ്ഡലങ്ങളും പിരിച്ചു കൊടുക്കാനായിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 50,000 രൂപ പോലും കൊടുക്കാത്ത കമ്മിറ്റികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 9-ാം തീയതിക്ക് മുമ്പ് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ആ കമ്മിറ്റികളൊക്കെ പിരിച്ചുവിടും. അതിന് ശുപാർശയുമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വന്നാൽ പോലും അവരെ ആ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഈ സന്ദേശം പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും ഇതിനെ പലതരത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയും പണപ്പിരിവുമായിട്ട് ജനങ്ങൾക്കിടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞു. മാത്രമല്ല ഇതുവരെ പിരിച്ച പൈസയുടെ കണക്ക് കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് സംസ്ഥാന നേതൃത്വം അറിയിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ എത്ര പിരിച്ചു, പിരിച്ച പണം എന്ത് ചെയ്യും, എത്ര കിട്ടി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ അണികൾക്ക് പോലും അത്രത്തോളം വിശ്വാസം വരാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും പണപ്പിരിവിന് നിർദ്ദേശം നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ 50,000 രൂപ പിരിച്ചു നൽകാത്ത 3 കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. കൊല്ലം ജില്ലയിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിൽ നിന്നുള്ള 3 കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇനിയും നിരവധി കമ്മിറ്റികൾ സമാനമായ രീതിയിൽ പൈസ നൽകിയില്ലെങ്കിൽ പിരിച്ചുവിടും എന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ സാധിക്കും. ഷാജഹാൻ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വിശദീകരണം നൽകാൻ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് പോയിട്ട് സ്വന്തം സംഘടനയുടെ ഭാരവാഹികളോട് പോലും ഈ പൈസ സംബന്ധിച്ചൊരു വ്യക്തതയില്ല, എന്ന് വീട് കൊടുക്കുമെന്ന് ഒരു വ്യക്തതയില്ല. ഇത് ചോദിക്കുമ്പോൾ പറയുന്നത് സർക്കാർ ഭൂമി തരാത്തതുകൊണ്ട് ഞങ്ങൾ വീട് വെക്കുന്നില്ല എന്നാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പൈസ കൂടി മേടിച്ച് ചേർത്ത് വെച്ച് കൊടുക്കും എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്താണ് ഡിവൈഎഫ്ഐ ഏതാണ്ട് 20 കോടി രൂപ അവർ അധ്വാനിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അത് ആക്രി പെറുക്കിയാണെങ്കിലും ചായക്കട നടത്തിയാണെങ്കിലും മറ്റ് പല രീതിയിൽ സ്വന്തമായി അധ്വാനിച്ചിട്ടാണ് അവർ ആ പണം കണ്ടെത്തി സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഷമ്മി നമുക്ക് പറയാനുള്ളത്. കാര്യം മറ്റു ചില സംഘടനകൾ, ഇത്രത്തോളം ശക്തമല്ലാത്ത സംഘടനകൾ പോലും അവരെക്കാൾ കഴിയുന്ന പണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള അവരുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം മാത്രം പൂർണ്ണമായിട്ടും തുക കിട്ടിയതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നില്ല. പിരിച്ചവരുടെ പൈസ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടില്ല, ഇനിയും പിരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഈ പിരിവ് മാത്രം മതിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്, അതിന്റെ കണക്കുകൾ വേണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീണ്ടും സമാനമായ രീതിയിൽ ഒരു പണപ്പിരിവ് നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഇത് ഈ പൈസ നൽകാത്ത ചില കമ്മിറ്റികളെയൊക്കെ പിരിച്ചു വിട്ടല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫണ്ട് പിരിവ് എന്നുകൊണ്ട് പൂർത്തീകരിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ എത്ര രൂപ കണ്ടെത്തും, എന്നത്തേക്ക് വീട് വെച്ച് നൽകാൻ ഇവർ ആലോചിക്കുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത ഈ സംഘടനയ്ക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ടോ? ഇതുവരെ പിരിച്ച പണത്തിന്റെ കണക്കുകളെ കുറിച്ച് ഇതുവരെ ഒരു വ്യക്തമായ രൂപം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനോ അതോടൊപ്പം തന്നെ പിരിച്ചു നൽകിയവർക്ക് പോലും ഇല്ല. പക്ഷേ ഇനിയും പിരിച്ചു നൽകണമെന്നുള്ള നിർദ്ദേശം നൽകി തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ പോലും ഇല്ലാതെയാണ് ഓരോ തവണയും പണം പിരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9-ാം തീയതിക്ക് മുൻപായിട്ട് 50,000 രൂപ വെച്ചെങ്കിലും ഓരോ കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളും നൽകണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഇത്രത്തോളം വളരെ കർശനമായ രീതിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശവും രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്നത്. ഷാജഹാൻ വിവരങ്ങൾ നൽകുകയാണ്.